ഏറെ നാളായി കാത്തിരുന്ന പ്രവാസികൾക്ക് ആശ്വാസം നൽകിക്കൊണ്ടാണ് UAE തങ്ങളുടെ വാതിലുകൾ തുറന്നത്. ആകാശവാതിലുകൾ തുറക്കുമ്പോൾ കടുത്ത നിബന്ധനകളും UAE ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് വ്യാപനം ഇന്ത്യയിൽ തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ മറ്റൊരു മുന്നറിയിപ്പാണ് UAE നൽകുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യക്കാർക്ക് UAEയിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ UAEയിൽ എടുത്ത വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് വാക്സിൻ എടുത്ത ശേഷം നാട്ടിലെത്തിയവർക്കൊന്നും സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് വാക്സിൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് എന്ന് പലർക്കും സംശയം ഉയർന്നിരുന്നു. മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുന്ന അൽ ഹൊസൻ ആപ്പ് വഴിയാണ് സർട്ടിഫിക്കറ്റ് ലഭിക്കുക. എമിറേറ്റ്സ് ഐഡിയും ഫോൺ നമ്പറും നൽകി ആപ്പിൽ ലോഗിൻ ചെയ്യേണ്ടതാണ്. ഇതിനുശേഷം പേരിൽ ക്ലിക്ക് ചെയ്യണം. ഈ സമയം മുകളിൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. ഇതിൽ ടച്ച് ചെയ്താൽ വാക്സിൻ സർട്ടിഫിക്കറ്റ് വാട്സാപ്പിലേക്കോ ഇമെയിലിലേക്കോ ഷെയർ ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുക, ദുബായ് വിസയിലുള്ളവർക്ക് മാത്രമായിരിക്കും ദുബായ് വിമാനത്താവളത്തിലേക്ക് പ്രവേശനമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിരിക്കുകയാണ്. അബുദാബി വിസക്കാർക്ക് മാത്രമായിരിക്കും അബുദാബി വിമാനത്താവളത്തിൽ ഇറങ്ങാൻ സാധിക്കുക. ഓഗസ്റ്റ് 5-ന് മുൻപെടുത്ത പെർമിഷൻ GDRF അംഗീകരിക്കില്ലെന്നും മുൻപ് പുതിയ പെർമിഷൻ എടുക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഇതോടെ മറ്റ് എമിറേറ്റിലുള്ളവർ ഷാർജയിലേക്കോ റാസൽ ഖൈമയിലേക്കോ ടിക്കറ്റ് എടുക്കേണ്ടി വരും. എയർ ഇന്ത്യ എക്സ്പ്രസ് പുറത്തിറക്കിയ പുതിയ സർക്കുലറിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ ദുബായ്, അബുദാബി വിമാനത്താവളങ്ങളിലേക്ക് നേരത്തെ ടിക്കറ്റ് എടുത്ത മറ്റ് എമിറേറ്റിലുള്ളവർ പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ്. എന്നാൽ ഫ്ലൈ ദുബായ് ഉൾപ്പെടെയുള്ളവർ ടിക്കറ്റ് മാറ്റി നൽകുന്നുണ്ട്. UAE സർക്കാരിന്റെ അനുമതി ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ യാത്രക്കാർക്കായി സിയാലിൽ നിന്നുള്ള സർവീസുകൾ പൂർണ്ണ തോതിലേക്ക് മാറി. ആദ്യ 2 ദിനം 450-ലേറെ യാത്രക്കാർ കൊച്ചിയിൽ നിന്ന് UAEയിലേക്ക് എത്തിച്ചേർന്നു. ശനിയാഴ്ച എമിറേറ്റ്സ്, ഇത്തിഹാദ്, ഫ്ലൈ ദുബായ്, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവ ഓരോ സർവീസും, എയർ അറേബ്യ 2 സർവീസുകളും നടത്തി. 600ഓളം യാത്രക്കാർ കൊച്ചിയിൽ നിന്ന് ശനിയാഴ്ച UAEയിലേക്ക് പറക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.